അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 4 ഫിഖ്ഹുൽ ഇസ്ലാമി സെക്കൻഡ് പാർട്ടിലെ മൂന്നാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 4 ഫിഖ്ഹുൽ ഇസ്ലാമി സെക്കൻഡ് പാർട്ടിലെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ അല്ലെങ്കിൽ ഇനി വരും പാഠങ്ങളുടെ തദ്രീബാത്തളം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തണുത്ത പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 4 ഫിഖ്ഹുൽ ഇസ്ലാമി സെക്കൻഡ് പാർട്ട് ന്യൂ എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ അടുത്ത പാഠ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അദർസു സാലിസ് മൂന്നാമത്തെ പാഠം ലാ തുബ്തിലു അഅ്മാലക്കും. എന്താ നിസ്കാരം മുറിച്ചത്? ളുഹാ നിസ്കാരം മുറിച്ച് തിരിഞ്ഞു നടന്ന ഉപ്പയോട് റാബിയ ചോദിച്ചു. ഉപ്പ, നിസ്കാരം ബാത്തിലായി, തുണിയിൽ മൂത്രം തെറിച്ചു. റാബിയ, തുണിയിൽ മൂത്രം തെറിച്ചാൽ നിസ്കാരം ബാത്തിലാകുമോ? മൂത്രം നജസല്ലേ, നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിന്റെ ഷർത്താണ്. ഷർത്തിനും ഫർലിനും ഭംഗം വന്നാൽ നിസ്കാരം ബാത്തിലാവും, ഉപ്പ പറഞ്ഞു. തുടർച്ചയായ 3 ചലനങ്ങൾ ഉണ്ടായാലും ഖുർആൻ, സിക്ർ, വചനങ്ങളല്ലാത്ത 2 അക്ഷരമോ അർത്ഥമുള്ള ഒരക്ഷരമോ മൊഴിഞ്ഞാലും നിസ്കാരം ബാത്തിലാവുമെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. റാബിയ ഓർത്തെടുത്തു. ഉപ്പ, അത് മാത്രമല്ല, നിസ്കാരം മുറിക്കാൻ കരുതുകയോ അതിൽ ശങ്കിക്കുകയോ ചെയ്യുക, നിയത്തിൽ സംശയിക്കുക, ഫർലിനെ ഫർലല്ലെന്ന് വിചാരിക്കുക, തമാശയായി വല്ലതും ചെയ്യുക, നോമ്പ് മുറിയുന്ന വല്ല കാര്യവും ഉണ്ടാവുക, ഫെയിലിയായ റുക്നിനെ മനഃപൂർവ്വം വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളും നിസ്കാരത്തെ ബാത്തിലാക്കുന്നതാണ്. തുണി കഴുകുമ്പോൾ ഉപ്പ പറഞ്ഞു. ശേഷം ളുഹ നിസ്കരിക്കാൻ തുടങ്ങി. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലാകില്ലേ? ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് വായിക്കാം. ലാ തസിഹു സ്വലാത്തു ബിൻ നജസ്, നജസോട് കൂടി നിസ്കാരം ശരിയാവുകയില്ല. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളിൽ 3 എഴുതുക. ഉത്തരം, തുടർച്ചയായ 3 ചലനങ്ങൾ ഉണ്ടാവുക, ഖുർആൻ, സിക്ർ, വചനങ്ങളല്ലാത്ത 2 അക്ഷരമോ അർത്ഥമുള്ള ഒരക്ഷരമോ മൊഴിയുക, നിസ്കാരം മുറിക്കാൻ കരുതുകയോ അതിൽ ശങ്കിക്കുകയോ ചെയ്യുക തുടങ്ങിയവ. നുജീബ് എന്നതിൽ രണ്ടാമത്തെ ചോദ്യം, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം, സംഭോഗം ചെയ്യുക, ഇന്ദ്രിയം സ്ഖലിപ്പിക്കുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക, തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ അകത്തേക്ക് വല്ലതും പ്രവേശിക്കുക തുടങ്ങിയവ. 3. നിസ്കാരത്തിന്റെ ഷർത്തുകൾ ഏതെല്ലാം? ഉത്തരം, 1. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, 2. നജസിൽ നിന്ന് ശുദ്ധിയാവുക, 3. ഔറത്ത് മറയ്ക്കുക, 4. സമയമായെന്നറിയുക, 5. ഖിബ്ലയ്ക്ക് മുന്നിടുക. 4. ഭംഗം വന്നാൽ നിസ്കാരം ബാത്തിലാകും. എന്തിന്? ഉത്തരം, ഷർത്തിനും ഫർലിനും ഭംഗം വന്നാൽ നിസ്കാരം ബാത്തിലാകും. 5. ഒരക്ഷരം ഒഴിഞ്ഞാലും നിസ്കാരം ബാത്തിലാകും. എങ്ങനെയുള്ള ഒരക്ഷരം? ഉത്തരം, അർത്ഥമുള്ള ഒരക്ഷരം. 6. മുറിക്കണമോ എന്ന് ശങ്കിച്ചാൽ നിസ്കാരം ബാത്തിലാകുമോ? ഉത്തരം, നിസ്കാരം ബാത്തിലാകും. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുഅയ്ദുൽ ജദ്വൽ. നിസ്കാരത്തിന്റെ ഫർളുകൾ 3 ഇനമാണ്: ഖൽബിയ്യ്, ഫിഅലിയ്യ്, ഖൗലിയ്യ്. നിയത്ത് ഖൽബിയായ ഫർളാണ്. ഖൗലിയും ഫിഅലിയും വേർതിരിച്ച് താഴെ പട്ടികയിൽ എഴുതുക. ഖൗലിയ്യ്: 1. തക്ബീർ ചൊല്ലുക, 2. ഫാത്തിഹ ഓതുക, 3. അവസാനത്തെ അത്തഹിയാത്ത് ഓതുക, 4. അത്തഹിയാത്തിന് ശേഷം സ്വലാത്ത് ചൊല്ലുക, 5. ആദ്യത്തെ സലാം വീട്ടുക. ഇപ്പുറത്ത് നോക്കൂ. ഫിഅലിയ്യ്: 1. കഴിവുള്ളവൻ നിൽക്കുക, 2. റുക്കൂ, 3. എഴുത്തിദാൽ, 4. 2 സുജൂദ്, 5. 2 സുജൂദിനിടയിലെ ഇരുത്തം, 6. തുമഅനീനത്ത്, 7. അത്തഹിയാത്ത്, സ്വലാത്ത് എന്നിവയ്ക്ക് വേണ്ടി ഇരിക്കൽ, 8. തർത്തീബായി ചെയ്യുക. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുബയ്യിനുൽ ഹുക്ം. വിധി വ്യക്തമാക്കാനുള്ളതാണ്. 1. നിസ്കരിക്കുന്ന വ്യക്തി 2 അടി മുന്നോട്ട് വെച്ചു. ഹുക്ം, നിസ്കാരം ബാത്തിലാവുകയില്ല. 2. നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഉളു മുറിഞ്ഞു. വിധി, നിസ്കാരം ബാത്തിലാകും. 3. പല്ലിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന
മാംസക്കഷ്ണം ഉള്ളിലേക്കിറക്കി മനഃപൂർവമാണെങ്കിൽ നിസ്കാരം ബാത്തിലാകും. 4. ബോധപൂർവം ഒരു സുജൂദ് കൂടുതൽ ചെയ്തു, വിധി നിസ്കാരം ബാത്തിലാകും. 5. നിസ്കരിച്ചു കൊണ്ടിരിക്കെ നിയത്ത് ചെയ്തോ എന്ന് സംശയിച്ചു, വിധി നിസ്കാരം ബാത്തിലാകും. 6. കാറ്റ് മൂലം തുണി ഉയർന്നു, ഔറത്ത് വെളിവാകി, ഉടൻ താഴ്ത്തിയിട്ടു, ഇതിന്റെ വിധി നിസ്കാരം ബാത്തിലാകുകയില്ല. 7. നിസ്കരിച്ചു കൊണ്ടിരിക്കെ തുണിയിൽ മൂത്രം തെറിച്ചു, അതിന്റെ വിധി നിസ്കാരം ബാത്തിലാകും. 8. നിസ്കരിച്ചു കൊണ്ടിരിക്കെ തമാശയായി അടുത്തുള്ളവനെ അടിച്ചു, വിധി നിസ്കാരം ബാത്തിലാകും. 9. നിസ്കാരത്തിൽ പൊട്ടിച്ചിരിച്ചു, വിധി നിസ്കാരം ബാത്തിലാകും. തദ്രീബാത്തിൽ 4-ാമത്തെ പ്രവർത്തനം തഖ്സീസ്. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളുടെ ഒരു ചാർട്ട് തയ്യാറാക്കുക. നമുക്ക് തയ്യാറാക്കാം. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ. 1. നിസ്കാരത്തിന്റെ ഫർളുകളിൽ ഏതെങ്കിലും ഒന്നിന് ഭംഗം വരുത്തുക. 2. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ ഏതെങ്കിലും ഒന്നിന് ഭംഗം വരുത്തുക. 3. തുടർച്ചയായ 3 ചലനങ്ങൾ ഉണ്ടാവുക. 4. ഖുർആൻ, ദിക്ർ, ദുആ അല്ലാത്ത അർത്ഥമുള്ള ഒരക്ഷരമോ അല്ലെങ്കിൽ 2 അക്ഷരമോ മൊഴിയുക. 5. നിസ്കാരം മുറിക്കാൻ കരുതുകയോ അതിൽ ശങ്കിക്കുകയോ ചെയ്യുക. 6. നിയ്യത്തിൽ സംശയിക്കുക. 7. ഫർളിനെ ഫർളല്ലെന്ന് വിചാരിക്കുക. 8. തമാശയായി വല്ലതും ചെയ്യുക. 9. നോമ്പ് മുറിയുന്ന വല്ല കാര്യവും ഉണ്ടാവുക. 10. ഫെയിലിയായ റുക്നിനെ മനഃപൂർവ്വം വർദ്ധിപ്പിക്കുക. ഈ ബാത്തിൽ 5-ാമത്തെ പ്രവർത്തനം നക്തുബ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ അതുപോലെ തന്നെ എടുത്ത് ആ കൊടുത്തിരിക്കുന്ന വരികളിൽ എഴുതുക. ഷർത്തുൻ, നജസുൻ, ലുഹ, റാബിഅത്തുൻ, ബാത്തിലുൻ, നിയ്യത്തുൻ, ഫിഅലിയുൻ. ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.